ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും അല്ല, ഈ ടേബിൾ നിറയെ മാളവിക തന്ന ഓർഡേഴ്സ് ആണ് കേട്ടോ. മാളവിക എനിക്കൊരു ഓൺലൈൻ കസ്റ്റമർ ആയിരുന്നു. പക്ഷെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആളിന്റെ വീടിന്റെ അടുത്താണ്. ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ഓർഡർ എടുത്തത്. ആളുടെ ഇനിഷ്യൽ റിക്വയർമെന്റ് വേറെ ഒന്നുമല്ല, ഇതുപോലൊരു സാരി ഉണ്ട്, അപ്പൊ ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇതായിരുന്നു നമ്മൾ അതിനുവേണ്ടി എടുത്ത ഒരു ബ്ലൗസ്. ടിഷ്യൂ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. അതിന് റെഫറൻസ് ഒക്കെ കറക്റ്റ് മാളവിക പറഞ്ഞ അതേ റെഫറൻസ് തന്നെയാട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ വേറെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വേറെ ഒന്നുമല്ല, ആൾക്ക് ഇതിന് മാച്ച് ചെയ്തിട്ട് തന്നെ മോൾക്കും ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ട് ആളുടെ കയ്യിൽ ഓൾറെഡി ഒരു സാരി ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാനാ പറഞ്ഞത്. അതിന് ആദ്യം തന്നൊരു റെഫറൻസ് ഇതുപോലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാവാടയും ബ്ലൗസും ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സാരിയുടെ ബോർഡേഴ്സ് ആയി എടുത്തേക്കുന്നത്, ഇത് ബ്ലൗസ് പീസ് ആയി എടുത്തേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ട് 1 ഇയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സെയിം സാരി തന്നെ വെച്ചിട്ട് ഇതുപോലൊരു റെഫറൻസിൽ ഒരു ഫ്രോക്കും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം. ഒരു റെഡ് റെഫറൻസ് തന്നത്. നമ്മൾ ഓൺലൈനായിട്ട് വീഡിയോ കോൾ ചെയ്ത് മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡ്. ബോ ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ ഇതിന്റെ ക്യൂട്ട്നെസ് കാരണം നമ്മൾ എക്സ്ട്രാ വെച്ചു. ഇതുപോലെ ചെറിയൊരു സ്റ്റോൺ വർക്കും കൂടി കൊടുത്തപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ള ഒരു റിക്വയർമെന്റും കൂടി ഉണ്ട്. ഇത് അമ്മയുടെ സാരിയാണ്. സോ ഇതിന് മാച്ച് ചെയ്തിട്ട് ഒരു ബ്ലൗസ് പീസും കൂടി എടുത്ത് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു. സോ ഇതാണ് ആ ഒരു ബ്ലൗസ് പീസും അതിന്റെ വർക്കും പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് സ്ലീവിൽ മാത്രം വർക്ക് മതി എന്നാണ് പറഞ്ഞത്.